ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും കറുമത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു മസാല ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറിയുടെ ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലുള്ള കറുമത്തി വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറുമത്തി വെച്ചിട്ടൊരു സദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ട് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഈ ഒരു മസാല എങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം കഴുകിയിട്ട് വേണം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലുള്ള നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പപ്പായ ഫ്രൈ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതുപോലെ തന്നെ അതിലേറെ കുറച്ച് നൈസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പപ്പായ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യാൻ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷേ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം, നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. ഈ ഒരു പപ്പായ മസാല നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തേക്കാനും അതുപോലെ തന്നെ നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിഭവമായിട്ട് സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സദ്യ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു വിഭവം ഇതന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് രാവിലെ ലഞ്ചിന് കൊടുത്തേക്കുമ്പോൾ ഇതൊരു കൂട്ടാനായിട്ട് കൊടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല, പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൈ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തയച്ചാൽ മതി. ഇത് മാത്രമായാലും കുഴപ്പമില്ല, കുട്ടികൾ നന്നായിട്ട് ചോറുണ്ണാൻ കഴിയും. പപ്പായക്ക് പുറമെ ഇതിലോട്ട് വേണ്ടത് പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെടിച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് വേണ്ടത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏത് കുക്കിംഗ് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഫ്രൈ ആയി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പപ്പായ പീസസും അതുപോലെ തന്നെ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യേണ്ടത്. നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് സാമ്പാർ പൊടിയാണ്. ഒരു 3/4 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവിലിട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിലോട്ട് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ ഉപ്പേരിയും തോരനൊക്കെ കവച്ച് നിൽക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഇതിന് കറിയും കൂടി ആവശ്യമില്ല. ഇങ്ങനെ ഒരു മസാല ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇതന്നെ കുഴച്ചിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ പപ്പായ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കാണുക കേട്ടോ. കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
നമ്മൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് കർമ്മത്തി, അതായത് പപ്പായ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരു കർമ്മത്തി മരെങ്കിലും വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഡെയിലി ഓരോരോ ഐറ്റംസ് ആക്കി ഉണ്ടാക്കി നോക്കിയിട്ട് പരീക്ഷിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.